ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിലും ക്യാപ്ഷനൊക്കെ കണ്ട പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മാമൻ്റെ വീട്ടിലൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. മാമൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ക്ലാസ് വെക്കേഷനൊക്കെ ആയ സമയത്ത് 8 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കാറ്. പക്ഷേ മാമൻ്റെ വീട്ടിലായതുകൊണ്ട് തന്നെ ഒരു 6:30 6:45 ആകുമ്പോൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. സൂര്യപ്രകാശം കർട്ടൻ്റെ ഉള്ളിലൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഇലകൾക്കിടയിലൂടെയൊക്കെ നമ്മുടെ ഭൂമിയിൽ ഒന്ന് പതിക്കുമ്പോൾ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ പതിക്കുമ്പോൾ വേറൊരു പോസിറ്റീവ് വൈബ് പോലെയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് നേരം മാമൻ്റെ വീടിൻ്റെ മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മുടെ പ്രകൃതിരമണീയമായ സ്ഥലങ്ങളൊക്കെ നോക്കി എങ്ങനെ നടക്കുമ്പോഴായിരുന്നു നമ്മുടെ നൊസ്റ്റാൾജിക് ഫീലും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ നമ്മളിവിടെ മുറ്റത്തും ഓടി കളിച്ചതും ഒളിച്ചു കളിച്ചതും എല്ലാം ഓർമ്മയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആകാശം കാണാനാണെങ്കിൽ അതിമനോഹരവും. പിന്നെയാണ് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ചെറുതാവുമ്പോൾ ഇത് നമ്മുടെ കൈമിട്ടിട്ട് ചോരാന്നൊക്കെ പറഞ്ഞ് കളിച്ചിട്ടുണ്ടായിരുന്നു. മൈലാഞ്ചി അങ്ങനെയൊക്കെ പറഞ്ഞ് കളിച്ചിട്ടുള്ള ഒരു ഐറ്റാണ് ഈ തേക്കിൻ്റെ ഇല. അപ്പോൾ അഞ്ചിച്ച് കാണിച്ചു തരായിരുന്നു കേട്ടോ എങ്ങനെയുള്ളതൊക്കെ. ഒരുപാടും അതിമനോഹരമായിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളും നമ്മുടെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടുണ്ടാവില്ല. എല്ലാവർക്കും അത് ഒരുപാട് ഓർമ്മകളിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം കുളിർമയും ഒക്കെ തരുന്ന ഒന്നാണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും അതിൻ്റേതായിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളും വരാറുണ്ട്. ചെറുപ്പത്തിൽ നമ്മൾ ഓടി കളിച്ചതും എല്ലാം നല്ലൊരു പോസിറ്റീവ് വൈബും നൊസ്റ്റാൾജിക് ഫീലും ഒക്കെ കൂടെ ഒരു ഹാപ്പിനെസ് നിറഞ്ഞൊരു വൈബായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം പശുക്കളുടെ ഒപ്പം ഇങ്ങനെ ഇണങ്ങി നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു വാഴക്കൊല പറിക്കാനുണ്ടായിരുന്നു. ഒക്കെ പറിച്ച് ഇങ്ങനെ വരിക. അതിനൊക്കെ ശേഷം പോയിട്ട് ഫ്രഷ് ആയി വന്നിട്ടുണ്ടായിരുന്നു. ഫ്രഷ് ആയി വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മായി നല്ല അടിപൊളി നൂൽപുട്ടും അതുപോലെ തന്നെ കടലക്കറി ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ അഞ്ചേച്ചിക്ക് നടാനുണ്ടായിരുന്നു. അപ്പോൾ അഞ്ചേച്ചിയുടെ ഒപ്പം നിന്നിട്ട് കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. സ്നേക്ക് പ്ലാന്റ് ആയിരുന്നു കേട്ടോ നടാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ മാമൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ചെടികൾ നടുന്നതൊക്കെ അമ്മായിയും അശ്വിൻ ചേച്ചിയായിരുന്നു കേട്ടോ. അശ്വിൻ ചേച്ചിക്ക് ഈ ചെടികളൊക്കെ നടുന്നത് നല്ല രീതിയിൽ ഇഷ്ടമുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ അഞ്ചു ചേച്ചി അങ്ങനെ കൂടുതലായിട്ട് ഇങ്ങനെ ചെടികളൊന്നും നടക്കുന്ന ഒരു ടീമല്ലായിരുന്നു. ചെടികളോട് അങ്ങനെ ഭ്രാന്തമായിട്ടുള്ള ക്രേസും കാര്യങ്ങളൊന്നും അഞ്ചു ചേച്ചിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അശ്വിൻ ചേച്ചി ആയിരുന്നു കൂടുതൽ ചെടികളോടൊക്കെ ഒരു ക്രേസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അഞ്ചു ചേച്ചിക്ക് കുറച്ചായിട്ട് ചെടികളൊക്കെ നടാനും അതിനോടൊക്കെ ഭയങ്കര ക്രേസ് ആട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ചായിട്ട് അഞ്ചു ചേച്ചിയാണ് ചെടി നടലും കാര്യങ്ങളൊക്കെ അമ്മായിൻ്റെ ഒപ്പം നിന്നിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യൽ അഞ്ചു ചേച്ചിയാണ്. നോട്ട് ദി പോയിന്റ് കുക്കിംഗ് ഫീൽഡ് അല്ല കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച പ്ലാന്റിംഗ് ഫീൽഡ് ആട്ടോ. എന്ന് വെച്ചാൽ അഞ്ചു ചേച്ചിക്ക് കുക്ക് ചെയ്യാൻ അറിയില്ല എന്നല്ല, അഞ്ചു ചേച്ചി നല്ല അടിപൊളിയായിട്ട് കുക്കൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അമ്മായി നല്ല സ്പെഷ്യലായിട്ട് മാങ്ങക്കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുറച്ചധികം വെറൈറ്റികൾ ഉണ്ടായിരുന്നു ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ അമ്മായിക്ക് കുക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇഷ്ടമാട്ടോ. അമ്മായി മനസ്സറിഞ്ഞിട്ടാണ് ഓരോന്നും ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ കേട്ടോ ഫുഡിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ്. മനസ്സറിഞ്ഞ് ഉണ്ടാക്കുമ്പോൾ തന്നെ ടേസ്റ്റിൻ്റെ ഒരു പറയണ്ടല്ലോ, നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ അമ്മായിനായിട്ട് കുറച്ച് നേരം സ്നാപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് നിന്നു കേട്ടോ. അമ്മായിക്കാണെങ്കിൽ വീഡിയോസിലും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് നല്ല ഇഷ്ടമാട്ടോ. അതിനുശേഷം അമ്മായിയുടെ ഒപ്പം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അമ്മായിക്ക് പാല് കറക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മായി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അമ്മായിക്കൊപ്പം ഞാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഈ ഒരു മരം എൻ്റെ കണ്ണിപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറുപ്പത്തിൽ ഓവറായിട്ട് മരത്തുമ്പോൾ കയറി കളിക്കാത്തതുകൊണ്ട് തന്നെ എനിക്കിപ്പം മരം കാണുമ്പോൾ കുറച്ച് കയറാനൊക്കെ ഒരു കൗതുകവും കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വേഗം തന്നെ കൊത്തിപ്പിടിച്ച് മരത്തിൻ്റെ ടോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല ബ്രാഞ്ചസും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ മരത്തിൻ്റെ മേലെ കയറിയിരിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് പകരം അവിടെ ഇവിടെ ചവിട്ടി പിടിച്ചിട്ടൊക്കെ അതിൻ്റെ ടോപ്പിൽ എങ്ങനെയെങ്കിലുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് മൾബറി പൊട്ടിച്ചാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ പച്ചയായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പോയി നോക്കിയതായിരുന്നു. എനിക്ക് പൊതുവേ മൾബറിയുടെ ഫ്ലേവർ അത്ര ഇഷ്ടമല്ല, പക്ഷേ അത് കഴിക്കുമ്പോൾ ഒരു ജ്യൂസി ഫ്ലേവർ ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ ഇഷ്ടമാണ്. അവൻ്റെ വീട്ടിൽ ആദ്യമൊക്കെ ചാമ്പക്കയായിരുന്നു കേട്ടോ കൂടുതലായിട്ടുണ്ടായിരുന്നത്. ഇപ്പം മൾബറിയാണ്. ചാമ്പക്ക വെച്ച വലിയ റെഡ് ചാമ്പക്കൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ അതിൻ്റെ മരം എങ്ങനെയോ ഇവിടുന്ന് നഷ്ടപ്പെട്ടു. ഇപ്പോൾ അതിങ്ങനെ ആലോചിക്കുമ്പോൾ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് ചാമ്പക്കൊക്കെ പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും ആയിരുന്നു. നമ്മൾ കസിൻസ് എല്ലാവരും ഉണ്ടാകുമ്പോൾ ഒരുമിച്ച് ചാമ്പക്ക മരത്തിൽ നിന്ന് പൊട്ടിക്കേണ്ടതും ഉപ്പൊക്കെ കൂട്ടി കഴിക്കുന്നതും അവർക്കൊരു വേറെ വൈബായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനും വാവയും കൂടെ കുറച്ച് സിറ്റ് ഔട്ടിൽ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുകയായിരുന്നു. അതിനിടയിൽ അഞ്ചേച്ചിയും വാവയൊക്കെ ഒന്ന് പുറത്ത് പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഞ്ചേച്ചിയും വാവയൊക്കെ പുറത്ത് പോയി വന്നിട്ട് അഞ്ചേച്ചി അതിൻ്റെ ഒരു ടയർഡ്നെസ്സിൽ അവിടെ വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലഞ്ച് ടൈം ആയിട്ടുണ്ടായിരുന്നു. നല്ല ചോറായിരുന്നു, ചോറിൻ്റെ കൂടെ മാങ്ങക്കറി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മത്തി വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ. മത്തി എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഫിഷാണ്. എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടം. കുറേ ആൾക്കാർക്ക് മത്തി ഇഷ്ടമല്ല, പക്ഷേ എനിക്ക് മത്തി വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി ആയിരുന്നു കേട്ടോ. പിന്നെ മത്തിക്കറി എല്ലാം ഉണ്ടായിരുന്നു. ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് അങ്ങനെ സംസാരത്തിൻ്റെ ഒടുവിൽ എങ്ങോട്ടെങ്കിലും പോയാലെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ട് പോകാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തിയപ്പോൾ ഒന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കാമൻ ക്വയറ്റ് അറ്റ്മോസ്ഫിയറും ആയിരുന്നു. എന്നാൽ ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. നല്ല ശാന്തമായിട്ടുള്ള പ്ലേസ്. നമ്മൾ എപ്പോൾ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് അത് ശാന്തമാവുന്ന ഒരു ഫീലാണ്. ഞാൻ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ ചാടി കളിക്കാറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ചാടി കളിക്കാനല്ല, വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടും ആ ഒരു പ്ലേയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇന്ന് വന്നിട്ട് ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങിയിട്ടില്ല, പക്ഷേ അവിടെ ഇരുന്ന് നമ്മുടെ കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കുറച്ച് സ്നാപ്പും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
ഞാൻ ഫസ്റ്റ് ടൈമാണ്, ഞാൻ എല്ലാ പ്രാവശ്യവും വെള്ളത്തിൽ ഇറങ്ങലുണ്ട്, ഫസ്റ്റ് ടൈമാണ് വെള്ളത്തിൽ ഇറങ്ങാതെ ആ ഒരു തീരത്ത് ആ ഒരു ഷോറിൽ ഇരുന്നിട്ട് നമ്മുടെ സീയും അതുപോലെ തന്നെ എല്ലാം സൺസെറ്റും എല്ലാം നല്ല അടിപൊളിയായിട്ട് വാച്ച് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, സാധാരണ വരുന്നതിൽ ഒരു പ്രത്യേക ഒരു മനസ്സുഖമായിരുന്നു കേട്ടോ ഒന്നും ഉണ്ടായിരുന്നത്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി, ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റി, ഒരുപാട് വീഡിയോസ് എടുക്കാൻ പറ്റി. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. അതിനപ്പുറം തന്നെ നമ്മുടെ മൈൻഡ് നല്ല രീതിയിൽ ഫ്രീ ആവാൻ നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകുമ്പോൾ ഒന്നും അങ്ങനെ നടക്കാറില്ല. പക്ഷെ പെട്ടെന്ന് നമ്മൾ സഡനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ തീരുമാനിച്ച് അതിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നല്ല സക്സസ് ആവലും കാര്യങ്ങൾ നമ്മൾ എൻജോയ് ചെയ്യാനാണെങ്കിൽ ആ എൻജോയ് ചെയ്യലും എല്ലാം അടിപൊളിയാട്ടോ. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. ഞങ്ങൾക്ക് രാവിലെ ഇങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടായിരുന്നില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ചുമ്മാ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് ഇരുന്നപ്പോൾ ഈ ഒരു തോട്ടും കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സ്ഥലങ്ങൾ പ്ലാൻ ചെയ്തു, അവസാനം ബീച്ചിലോട്ട് വന്നത് നല്ലൊരു ഡെസ്റ്റിനേഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വൈബായിരുന്നു. സൺഡേ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ്, എല്ലാവരും ഒരുപാട് സ്ഥലത്തേക്ക് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലും അവസാനം മിക്ക പേരും ബീച്ചിലോട്ടാട്ടോ എത്തുന്നുണ്ടായിരിക്കുക. അത് ഞങ്ങൾ തിരിച്ചു പോകാനുള്ളൊരു തത്രപ്പാടിലായിരുന്നു കേട്ടോ. നല്ല ഇരുട്ടിയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ വീട്ടിലെത്തിയതിന് ശേഷം മാമൻ വരുമ്പോൾ നമ്മുടെ പായസ ഐസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സേമിയ പായസത്തിൻ്റെ ഐസായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് സേമിയ പായസത്തിൻ്റെ ഐസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ഇടണം കേട്ടോ. നമ്മൾ നൈറ്റിൽ ഫുഡ് കഴിച്ചതിന് ശേഷം കേട്ടോ ഐസ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നൈറ്റിൽ കഴിച്ചിട്ടുണ്ടായിരുന്ന പൊറോട്ടയും ചിക്കൻ കറി ആയിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നീട് കിടക്കുന്നതിന് മുന്നേ ഒരുപാട് സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്ക് ചെയ്തിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഈസ് അഭിനന്ദൻ സൈനിങ് ഔട്ട്. ബൈ.